നമ്മുടെ നാട്ടിൽ പോയി മര്യാദയ്ക്ക് ഒരു സിനിമ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഈ കാര്യം പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു. അതും നമ്മുടെ സെൻസർ ബോർഡും നമ്മുടെ ഗവൺമെന്റ് എല്ലാവരും കൂടി ചേർന്ന് ബാൻ ചെയ്ത ഒരു സിനിമയാണ്. ഇതങ്ങനെ ആപ്പൂപ്പ സിനിമയൊന്നും അല്ല കേട്ടോ. കഴിഞ്ഞ ഓസ്കാറിൽ ബെസ്റ്റ് ഫോറിൻ ഫിലിമിന്റെ നോമിനേഷൻ കിട്ടിയതും കാൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോയ സിനിമയാണ്. 100% ഒക്കെയാണ് റോട്ടൻ ടൊമാറ്റോസിലുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം രണ്ട് തോട്ട്സ് എന്താ അറിയോ. ഒന്നാമത്തത് ഇത് വല്ല അവാർഡ് സിനിമയായിരിക്കും. സാധാരണ ഇങ്ങനത്തുള്ള സിനിമന്റെ ഒരു നേച്ചർ ഉണ്ടല്ലോ, ഒരു പ്രിറ്റൻഷ്യസ് എന്തോ സംഭവമാണെന്ന് കാണിക്കാൻ കുറെ എടുത്തു വെച്ചിരിക്കുന്ന പോലെ ആയിരിക്കുമല്ലോ. എന്നാൽ അത് തെറ്റായിരുന്നു ആ ഒരു തോട്ട്. അങ്ങനെയല്ല ഈ സിനിമ. ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ ബേസ് ചെയ്തിട്ടാണ് കഥയുള്ളത്. പിന്നെ രണ്ടാമത് പോയ തോട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ബാൻ ചെയ്ത്, ഈ പൊളിറ്റിക്കൽ വല്ല പ്രൊപ്പഗൻഡയോ എന്തെങ്കിലും ആയിരിക്കുമോ എന്നായിരുന്നു രണ്ടാമത് ചിന്തിച്ചത്. അതും തെറ്റായിരുന്നു. ഇതിൽ അങ്ങനെ വലിയ ഇങ്ങനെ ഒരു പാർട്ടിനെ കുറ്റം പറയുക അങ്ങനത്തെ സംഭവം ഇല്ല. ഇത് ബേസിക്കലി ഈ കാസ്റ്റ് സിസ്റ്റം ഉണ്ടല്ലോ, പിന്നെ ഈ പോലീസ് ബ്രൂട്ടാലിറ്റി, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഇത് ബാൻ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോറി നടക്കുന്നത് നോർത്തിലൊരു റൂറൽ ആയിട്ടുള്ള ഒരു വില്ലേജിലാണ്. അപ്പൊ തന്നെ ആ ഒരു സെറ്റിംഗ് നമുക്ക് മനസ്സിലായല്ലോ. അവിടെ പോലീസിലായിരുന്ന ഭർത്താവ് മരിച്ചിട്ട് ആ ജോലി ഭാര്യയ്ക്ക് കിട്ടുകയാണ്. അവര് ജോലി കയറി ചെയ്ത് അവർ ഫസ്റ്റ് അന്വേഷിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ കൊലപാതകമാണ്. അപ്പൊ ആക്ച്വലി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറെ സീന് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് അതൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് റിലീസ് ചെയ്യാണ്ട് ഇരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിജിറ്റൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ തോന്നുന്നു ഇതിന്റെ റിലീസ് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ സിനിമ കാണുക. സന്തോഷ് എന്നാണ് സിനിമയുടെ പേര്. റോ ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ നിങ്ങൾക്ക് കാണാനും കേൾക്കാനൊക്കെ ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് കണ്ടോളൂ.